പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രതിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുന്ന ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ ആവശ്യമായ തിരുവചനങ്ങളിൽ അച്ഛന്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്വിയും
തേജസ്സേഴും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സർവ്വവേദി എല്ലാവരും സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ അഭിഷേകമായി വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസം ഈ ആലയത്തിലേക്ക് നമ്മളെ പേര് ചൊല്ലി വിളിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയാം. മരിയൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ദൈവപിതാവിനാൽ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, ഓരോ നിമിഷവും നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ മഹത്വം മഹത്വം. ആരാധന ബാലകമാരപ്പം ജീവന്റെ തിരുഭോജ്യമേ.
അല്ലെങ്കിൽ ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റ് പ്രാർത്ഥന പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ, കേൾവിയിലൂടെ, ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ, ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം പ്രസൻസ് ആൻഡ് പ്രോമിസ്. ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ സമയത്തും കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷ ഹാളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ICUയിലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ഓളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസാണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത് തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞുകണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞുകണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കലെ മോശ പ്രാർത്ഥിക്കുമ്പോൾ കൂടാരം മേഘമായി നിറയും. ദൈവത്തിൻ്റെ സാന്നിധ്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:9. പുറപ്പാട് 33:9. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ, ഏറ്റു പറഞ്ഞേ, മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. ഇത് മേഘം. അതുപോലെ തന്നെയാണ് സീനായി മലമുകളിലെ പുക ഉയരുന്നത് കാണാം.
പുക. നമ്മൾ ധൂപമൊക്കെ ആൾത്താരിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് ആൾത്താറിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ. നമ്മൾ പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ. ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത് അൽത്താറയിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മൈ. എന്നിട്ട് പറഞ്ഞത്, അതായത് ഇത് എൻ്റെ, ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെപ്പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി. ദാറ്റ് മീൻസ് ഈ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അതിൻ്റെ തിങ്കൾക്കേറ്റ് ചെയ്തിരിക്കണം ദൈവം. കൈ ഇടിച്ച് കർത്താൻ എൻ്റെ പ്രിയപ്പെട്ട പുറപ്പാട് 19:17-18 തിരുവചനങ്ങൾ. പുറപ്പാട് 19:17-18. ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ, എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലക്കിങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങും. ഭിത്തിയെ കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പോൾ ശില്പ സന്നദ്ധ വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ ഇനി വരാൻ പോണത്? പീഡനം. അതെങ്ങനെ മെസ്സേജാണത്. ഈ കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല, ആധ്യാത്മികതയിൽ സൂക്ഷ്മതയുള്ളവരെ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പടി എടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റിൽ വരരുത്. ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് ഓഫ് സുഭാഷിതം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. സഭാപ്രസംഗകൻ 5:1. സഭാപ്രസംഗം 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പം സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ, ഈക്വൽ പാർട്ട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനകൾ പാലിച്ചുകൊള്ളാവുന്ന ഒപ്പിട്ടിരിക്കുകയാണ് അല്ലേ, അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളുടെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട്, നിങ്ങൾ ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ, പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നായി പറഞ്ഞിട്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഉഴപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട്, നിങ്ങളൊരു ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടി കരാർ ചെയ്തിരിക്കുകയാണ്.
അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് കത്തോലിക്കോട് പറയാൻ കാര്യം? ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈ കണ്ടിരുന്നാൽ മതിയാ? അല്ല, അവർ മനസ്സാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടിയും അമ്മയും കൂടി ഇവിടെ വന്നു. അപ്പോൾ അവളുടെ പ്രശ്നം അവർ ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്നിവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം. അതിന് ഉടമ്പടി ചെയ്തിരിക്കുകയും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയ ഇടിച്ച കൊണ്ടൊന്ന് ആക്കിയതാണ്? അവൾ മിണ്ടണില്ല. അതാ മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നീ വഴക്കിട്ട് നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇതാക്കിയതാണ്, അതാ നീ തന്നെത്താൻ പോകുന്നതാണ്? അവൾ മിണ്ടണില്ല. അപ്പോൾ അതിനകത്ത് എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെയുള്ള ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവനിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താ മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം, പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല, നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെ കാണിക്കുന്ന ഗോപ്ര തട്ടിത്തരങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്. നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമയും പറയുമെന്നാണ് വിചാരിക്കണത്. അനുദപിക്കാതെ there is no other option. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം എന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അതായത് വചനം കേൾക്കുമ്പോൾ ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും, കർത്താവേ ഇത് ചെയ്ത് തരണേ എന്നല്ല പറയേണ്ടത്. കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. സിറ്റുവേഷൻ ഈസ് ദിസ്, ഇതാണ് സിറ്റുവേഷൻ. കർത്താവ് ഇതെനിക്ക് ചെയ്ത് തരണമേ എന്നല്ല പറയേണ്ടത്. കർത്താവേ ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ യോഹന്നാൻ മാന്താവിനോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വേണ്ട, യോഹന്നാൻ്റെ ദൈവവചനം കേട്ടപ്പോൾ, സ്നാപകൻ്റെ ദൈവവചനം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിക്കണത് എന്താണ്? പട്ടാളക്കാർ പോരും വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയണത്? നിങ്ങളെ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേക്ക് കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത്. അതാണ് സംഭവം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുത്? ചുങ്കക്കാരോടാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ തേതിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത് എന്ന് പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ആരോടും എന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം. ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണല്ല. ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണതിനല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ?
കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ. അമ്മായിയമ്മക്ക് മുതലാകണില്ലല്ല മരുമകൾ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി അത് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബൈബിൾ എന്താ പറഞ്ഞത്? കൂടുതൽ ഈടാക്കരുത്. ഒന്നും പറഞ്ഞേ, കൂടുതൽ ഈടാക്കരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ 3:13. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഈ വേതനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടത്തില്ല. ഇപ്പം എന്തിന് ഇത്രയും ഈ കേരളം ഇത്രയും കടക്കിണി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശമ്പളം വർദ്ധിപ്പിച്ചത് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആദ്യം കയറിയപ്പോൾ തന്നെ ശമ്പളത്തിൻ്റെ ഹൈക്ക്, അതായത് 10 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു. എന്താണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കുകയാണ്? കാണാൻ പറ്റും, ഓണമെണ്ണ കാണാൻ പോലും ഇല്ലാതെ, വിൽക്കാൻ കാണാനില്ലാത്ത അവസ്ഥയായില്ലേ. കൂടുതൽ ഈടാക്കിയ സംഭവമാണ്. ജനങ്ങളിലേക്ക് നിന്ന് കൂടുതൽ ഈടാക്കി. KCBയുടെ ആ വാഴ മുഴുവനും KCBക്കാരൻ വന്ന് വെട്ടിക്കളഞ്ഞില്ലേ പൂവാറ്റുപുഴ. സഹിക്കാൻ പറ്റുമോ? നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കൃഷി പോലും ഇതിന് എന്തിനു വേണ്ടിയാണ്? ഈ കറണ്ട് പോലും എന്തിനാണ്? തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി, വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി, പിള്ളേരെല്ലാം പാലായനമല്ലേ, അത് നിൽക്കണില്ലല്ലോ. നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. നിന്നിട്ട് പുറംവാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് പഠിച്ച് ജോലി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസം പോയി, ജനങ്ങളുടെ വിശ്വാസം പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഈടാക്കൽ ഒരു അനീതിയാണ്, ശരിക്കും അനീതിയാണ്. ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ചില്ലേ, കൊന്നു കുടിയൊഴിപ്പിക്കുക, കൂടുതൽ ഈടാക്കുകയാണ്. ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും, ഒരിക്കലും സംശയമില്ല. നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, തോക്കുണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ടെന്നൊക്കെ ഒരു കഥയുമില്ല. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറണം കാണാം. പലതരത്തിലും ജീവിതവും മാറും, ലോകവും മാറും. ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി, ഏറ്റവും താഴെയുള്ള ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരായാലും ശരി, ആരായാലും ശരി, ആൾക്കാരായാലും ശരി, ഈ കൂടുതൽ ഈടാക്കരുത് എന്നുള്ളത് ഒരു ദൈവികമായ നിയമമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും. എന്താ കാര്യം എന്നറിയാം മക്കളെ? ഞാനൊരു കാര്യം പച്ചക്ക് നിങ്ങൾ പറയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കുന്നത്. ആക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പലിശക്കാരില്ലേ, കൂടുതൽ ഈടാക്കുകയല്ലേ. പലിശ എന്നേ കിട്ടി, മുതൽ എന്നേ കിട്ടിയതാ. ഓരോ പലിശക്കാരും നോക്കിയാൽ മതി. ഇനി നമ്മൾ വലിയ ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങൾ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ്? അവിടെ പലിശ എന്നേ കിട്ടി, അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ പലിശ അവരുടെ മുതൽ എന്നേ പലിശയായിട്ട് കിട്ടി. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം, വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ ഉടമ്പടി എടുക്കുന്നവർ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത്? നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ഉടമ്പടി അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷൻ അല്ല അന്വേഷിക്കണത്, അകത്തുള്ള സൊല്യൂഷനാണ്. നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥിതമായ ഒരു സൊല്യൂഷനാണ്.
പുറത്തുള്ള സൊല്യൂഷൻ. ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ അല്ല, ഇൻറ്റേണൽ സൊല്യൂഷനാണ്. എന്താ അങ്ങനെ പറയണത്? ഇത് വെരി സീരിയസ് തിങ്. ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത്, ആന്തരിക പരിഹാരമാണ്. ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ ഇപ്പം 11:21 എടുത്തേ. 21:6 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 21:6 അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. എന്തായി അവൻ പറഞ്ഞ സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനാണ്. അവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക ഒരു സൊല്യൂഷൻ അല്ലേ? പുറത്തുള്ള സൊല്യൂഷനാണ്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. എന്തിൻ്റെ? പുറത്തുള്ള പരിഹാരമാണ്. പക്ഷെ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവന് അറിയാം. പുറത്തുള്ള ഈ പരിഹാരമല്ല എന്നറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ 21:5 വായിക്കണം. യോഹന്നാൻ 21:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്താ പ്രശ്നം? മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഒരു അപ്പനും അമ്മയോടും പറയുകയാണ്, 3 പെൺമക്കളുണ്ട്, മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യമാണ്. ബൈബിളിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ? എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് വിസാക്ക് നിങ്ങളുടെ ഈ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാ പ്രശ്നം. അപ്പോൾ നിങ്ങളെന്താ പറയണത്? വീടിരിപ്പ് സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. അതിന് എത്ര ഓഹരിയുണ്ട്? അതിന് 3-4 ഓഹരിയുണ്ട്. അതെല്ലാം ഇങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണത്? അപ്പനും അമ്മയും കുഴങ്ങിയേ. വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ്. അപ്പനും അമ്മയോടും മൂത്ത മകൾ പറയണം കാനഡയിൽ പോകാൻ. ഞാൻ പോയി എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മൂത്ത മകൾ വീടിരിപ്പ് സ്ഥലം വിൽക്കാമെന്ന് ഇളയ മക്കളുള്ളപ്പോൾ പറയാത്തത്? അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും പറിച്ചുകൊണ്ട് പോകുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കാനഡയിൽ വിട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിയിരിക്കുമ്പോൾ ഇവരൊക്കെ കണ്ണടച്ച് കൈയും കാണിച്ച് നിങ്ങളെ കണ്ടവൻ്റെ പുറകെ പോകുകഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആളുടെ എവിടെ പോയി കിടക്കും? വഴി ആധാരഭാഗത്തല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തങ്ങളില്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, പക്ഷെ അത് വെച്ചാൽ പരുവക്കേടുണ്ട്. അതാണ് ആ പരുവക്കേടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയണത് ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ്, ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ, അപ്പനോട് പറയുന്നതൊക്കെ പറയുമ്പോഴേ അതിക്ക് മുമ്പ് ദൈവത്തോടൊന്ന് പറയണം. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം. എന്താ കാര്യം? ദൈവത്തോട് എന്താ പറയേണ്ടത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് പരവും വല്ലതും ഉണ്ടോയെന്നാണ് ചോദിച്ചത് അല്ലേ? മക്കളെ മീൻ വല്ലതും ഉണ്ടോ? 21:5 ചോദിക്കണത്. അപ്പോൾ അത് അപ്പോസ്തലന്മാർ അതിനെന്താ പറയണത്? അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട്. സുവിശേഷം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വചനത്തിന്റെ ഒരു ഘടന കണ്ടില്ലേ? എന്താ പ്രശ്നം? നിവർത്തിയില്ല, പരുവക്കേടില്ല. ഇത് 21:6 എന്താ ചോദിക്കണത്? മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ആ ചോദ്യം ഈശോ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്?
ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്തെങ്കിലും പരുവം ഉണ്ടോ? അപ്പോൾ പത്രോസ് പറയും, അനുഭവം കൊണ്ട് ഒരു പരുവും ഇല്ല. എന്താ കാര്യം? രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചതാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ബുദ്ധി, ആലോചന, സ്വാധീനം, ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു, പക്ഷെ നിവർത്തിയില്ല. അതല്ലേ ആൾക്കാരുടെ അവസ്ഥ? നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിഷയമാണെന്ന് നീ പറയണത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഇനി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ്? ഓറ്റി അടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളവും അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നാക്കലൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് മയങ്ങിക്കിടക്കണത്. ചിലർ മയങ്ങിക്കിടക്കുകയല്ലേ നാക്കയിലൊക്കെ ഒട്ടിച്ചുകൊണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? പട്ടിണിയാണ്. അതുകൊണ്ട് പട്ടിണിയുടെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായിക്കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, റൈസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ്. അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണമെന്തിനാണ് കാര്യം? അവരെ തിരുത്തും നമ്മൾ, പക്ഷേ എന്നാലും അവരോട് സപ്പോർട്ട് ചെയ്യും. കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ആശയപരമായൊരു വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല. ദൈവം നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കണത്. പിന്നെ എന്താ കാര്യം? അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആശയപരമായ കേവല വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിലെ കറയില്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലെ വിശ്വസ്ത തെളിയിച്ചുകൊണ്ട് ദൈവത്തെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മുടെ ഈ ഉടമ്പടിയുടെ വിഷയമെന്ന് പറയണത് ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, കേൾക്കുമ്പോൾ മനസ്സിലാകും. പ്രസൻസ് ആണ് കേട്ടോ. പ്രസൻസ്. ക്ലെയോഫാസ് ഈ പ്രസൻസിൽ നിന്ന് പോരുകയാണ്, കാൽവരിയിൽ നിന്ന് പോരുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോരുകയാണ്. പോന്നിട്ട് എന്ത് കാര്യം? അവൻ്റെ മനസ്സ് ദുഃഖമാണ്. 16 വായിച്ച് 24-16. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞേ, എന്നാൽ അവനെ, അതായത് കൂടെ നടക്കുന്ന ഈശോയെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അപ്പൊ പ്രസൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണും മൂടപ്പെട്ടിരിക്കുകയാണ്. കണ്ണു മൂടപ്പെടാൻ കാര്യം എന്താണ്? ദുഃഖങ്ങൾ കൊണ്ട് കണ്ണു മൂടപ്പെടാം. ഇതൊക്കെ നമ്മുടെ കർത്താവിന് കൂടെ ഉണ്ട്, പക്ഷെ കാണാൻ പാടില്ല. കണ്ണു മൂടപ്പെട്ടിരിക്കുകയാണ്. ലൂക്കാ 24:17. അവർ മ്ലാനവദനരായിരുന്നു. അതാണ്, മ്ലാനവദനരായിരുന്നു. മ്ലാനവദനരായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ നമുക്ക് ആൾക്കാരും മ്ലാനവദന അല്ലേ? മ്ലാനവദനരായി കഴിഞ്ഞാൽ കണ്ണും മുടപ്പെടാൻ പറ്റും. തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ. അപ്പം ആദ്യം തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവദനം മാറ്റാൻ നോക്കണം. നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞും ആ മറ്റേ മ്ലാനവദനായിട്ട് തന്നെ ആൾക്കാർ പോകും. അവർ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ, നിങ്ങൾ മ്ലാനവദനായിരുന്നോ, ഒരു കുഴപ്പമില്ല.
പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാർ എന്ത് ആശ്വാസത്തോടെയാണ് പോണത്. എന്താണ്? ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, ഇനി പ്രശ്നമില്ല, ഇനി അമ്മ നോക്കിക്കൊള്ളൂ. ചില കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മ്ലാനവതരായി പോകും. ദാറ്റ് മീൻസ് അവർ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പട്ടികളാണ്. ഒരു കഥയുമില്ല, വെറുതെ വായി നോക്കികൾ. എന്തിനു വന്നു നിങ്ങൾ? ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്തിനും മ്ലാനവതരായി പോകുന്നു? അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം. നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ല. നിങ്ങൾ ഏതാണ്ട് അപേക്ഷ കത്ത് കൊണ്ട് അവിടെയൊക്കെ എഴുതിയിട്ടിട്ട് പോകല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടിമുള്ളിയ മോത പോലെ ഇരിക്കേണ്ട കാര്യം. അതാ, നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. ദൈവത്തെ നിങ്ങൾ ആത്മശോധന ചെയ്യണം. ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ? അതാ അവിടെ ഏതാണ്ടൊക്കെ ക്ലാസ്സെല്ലാം കേട്ടിട്ട് ഇവിടെ വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കും, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? എന്നോടാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മകളെ മുതുകത്ത് പെട്ടിക്കൊണ്ട് കുളിക്കാൻ പോയി തണുക്കുക, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞേച്ചും വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കുകയാണ്, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? മൊത്തം കോരി തലക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തി വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കും. നീ ബുദ്ധിയും ബോധമില്ലാത്ത ക്ലാസ് ആയിട്ട് അവിടെ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഈ അഭ്യാസം നിർത്തണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ 10,000 ലക്ഷങ്ങൾ ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ടിപ്പോൾ. ഞങ്ങൾക്ക് ആദ്യം ഇതൊക്കെ അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ തെളിയിക്കാൻ എന്താ മാർഗമെന്ന്. ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ. വഴിയെ പോണവർ പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടി കണിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിറച്ചാണ് ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ. എന്താ എന്നുവെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിൽ തളർന്ന് തീർന്ന് വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യർ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവോപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത്. ഇപ്പോൾ ഈ വേള ഞാൻ ശില്പയെക്കുറിച്ച് തോന്നില്ലേ? ശില്പ എന്താ പറഞ്ഞത്? അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവളെന്താണ് അതുകൊണ്ട് പീഡാസകരമാണെന്ന് പറഞ്ഞു മ്ലാനവതനായിട്ട് നടക്കാത്തത്? അവളെ ഉടമ്പടി കൃത്യമായിട്ട് നടക്കണത്. അവൾക്ക് പീഡാസകരണം കുരിശുരൂപം കുലുങ്ങിയേ. അവിടെ മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു, പീഡാസകനാണ് മളെ വരുന്നത്, നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെ ആണെങ്കിലും വരണത് പീഡാസകരമാണെന്ന് പറഞ്ഞ്. പീഡാസകനാണെന്നപ്പോൾ നമ്മുടെ ഉടമ്പടിക്കുന്ന പീഡാസകരം മാറാനല്ലേ. പക്ഷേ അവൾക്ക് എന്നാ പറ്റി? അവൾക്ക് ഈ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ. അത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ്. പീഡാസകനമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറിച്ചിട്ടുണ്ടെന്നാ പറയണത്. അത്രയും ധൈര്യമാണ് അവൾക്ക്. എന്നെ സംഭവിച്ചത്, അവൾ അത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസർ കാര്യം മാറി. അതാണ് സംഭവം. പിറ്റേ ദിവസം ഈ കുരിശുരൂപം കുലുങ്ങി കഴിഞ്ഞ് അവിടെ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പൈസ കൊടുക്കാവുന്ന സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനേക്കാൾ വലിയ പീഡാസനം അവർക്ക് എന്താ ഉണ്ട്? തീർന്നു. പക്ഷെ അതേ സമയത്ത് എന്തറിയാവാ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ ഒന്നുറങ്ങിയ നേരം വിളിക്കത്തില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും. അത് മണ്ടത്തരവാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് കർത്താവ് മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തിരിക്കണം. അറിയാമോ നിങ്ങൾക്കറിയാവോ ഞാൻ പറയണത്? നമ്മളെ കണ്ടത് സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് നിന്നോട് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. അതാണ് അവൻ്റെ സ്നേഹം. കൈയിട്ടിച്ച് കർത്താവിനോടല്ലേ. അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലത്തിലുണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം. അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി, പരസഹായവും നിർത്തി, സുവിശേഷപേരം നിർത്തി ചുരുണ്ട് കൂടി മുമ്പത്തെ കഷ്ടമായിട്ട് മാറരുത്. അതായത് ഒരു അപ്ഡേഷന് മുമ്പ്, ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാവും. എല്ലാവർക്കും അനുഭവിക്കുന്ന സത്യമാണ്. ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഒരു പിൻവലിയലുണ്ടാവും, ഒരു മുന്നേറ്റം. അവൾക്കതാ സംഭവിക്കണം. സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി, ഇട്ടും പോയി. പിന്നെ അവൾക്കൊരു ഗതിയുമില്ല, പരഗതിയുമില്ല. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല. അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു.
അത് ആദ്യം തന്നെ തണുപ്പടിപ്പിച്ച് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലൻ്റ് ആകണമെന്നൊക്കെ മനസ്സിലായി. അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുലുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞ് ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈയൊഴിഞ്ഞപ്പോഴും അവൾ കർത്താവിനെ കൈയൊഴിയാതെ നിൽക്കുകയാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണുമൂടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മ്ലാനവതനായി എമ്മാവസിലെ ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ്. പക്ഷേ അവളുടെ കണ്ണ് മൂടപ്പെടുന്നില്ല. കാര്യം എന്താണ്? അവൾക്ക് കർത്താവ് വിശ്വാസമുണ്ട്. അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഒരു സ്പോൺസറുമില്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്ത്, ഒരു സ്പോൺസറുമില്ലാതെ. പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് 5 പൈസ മുടക്കണ്ട, പുതിയ വഴി കാണിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണി മേടിച്ചു തരാം. അത് ശില്പയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണമെന്ന് നോക്കണം. ഇതെങ്ങനെ ഗ്രോത്ത്, അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? സൂര്യൻ തണുത്തു പോകും, സൂര്യൻ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങളെ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ തണുത്തു പോകും, അനന്തരം മനുഷ്യപുത്രൻ സർവ്വമഹത്വത്തോടു കൂടി എഴുന്നള്ളി വരും. അങ്ങനെയല്ല വചനം. മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. പീഡനങ്ങളുടെ കാലത്ത് സൂര്യൻ എന്താ സംഭവിച്ചത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരും, നക്ഷത്രങ്ങൾ നിവധിക്കും. അപ്പോൾ ഇതാണ്. അതിനുശേഷം എന്താ സംഭവിക്കണത്? അതിനുശേഷമാണ് സംഭവിക്കുന്നത് വലിയ സംഭവം. എന്താണ്? മനുഷ്യപുത്രൻ സർവ്വമഹത്തോടെ എഴുന്നള്ളി വരും. അതൊക്കെ മുമ്പ് എന്താ വരും? ജോലി പോകും. മനസ്സിലായില്ലേ? ഭർത്താവിന് സംശയമാകും, മക്കൾ ചിലപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും, നക്ഷത്രങ്ങൾ നിവധിക്കും. അല്ല, ക്ലിയർ അല്ലേ സംഭവം? നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം. കർത്താവ്, അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും. ഭർത്താവല്ലേ സൂര്യൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചുകൊടുക്കുന്ന ജോലിയല്ലേ സൂര്യൻ. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെന്താ വിശ്വാസം എന്താ വിചാരിക്കേണ്ടത്? മനുഷ്യപുത്രൻ നേരിട്ട് വരാൻ ഇടയായി. ഇനി സൂര്യനല്ല പ്രകാശം തരേണ്ടത്, ചന്ദ്രനല്ല. The Lord God will be their light, like the word of God. ശ്രുതികടേ ശ്രുതികടേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പീഡനങ്ങളുടെ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിന്റെ ആഗമനമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ ബോധ്യം ഞങ്ങൾക്ക് യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. വെളിപാട് 21:23. വെളിപാട് 21:23. നഗരത്തിന് പ്രകാശം നൽകാൻ, നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. ഇത് ഇപ്പം ഈശോ കണക്ട് ചെയ്തതല്ലേ? ഞാൻ കണക്ട് ചെയ്തതല്ലോ. നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? ചിലപ്പോഴും ശില്പയ്ക്ക് സംഭവിച്ച പോലെ സ്പോൺസർ അസ്തമിക്കാം. മനസ്സിലായില്ലേ? സൂര്യൻ ഇരുണ്ടു പോകാം. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ചന്ദ്രൻ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തപ്പെട്ടവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ആയിരിക്കും, ബാങ്കുകാരായിരിക്കും. ചന്ദ്രൻ പ്രകാശം തരത്തില്ല, ലോൺ തരത്തില്ല. ക്ലിയർ അല്ലേ? നമ്മുടെ ജീവിതാനുഭവമാണിത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
ഈ ഇരുട്ടിൻ്റെ യുഗം സൂര്യൻ, സ്രോതസ്സുകൾ, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ അസ്തമിക്കും. അസ്തമിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. മനസ്സിലായി? ഈ ടൈം കഴിഞ്ഞു പോകുമേ, ഈ ടൈം കഴിഞ്ഞു പോകും. പക്ഷേ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഇങ്ങനെ ഘട്ടങ്ങൾ പെരുകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലുക്ക 21:13 എടുത്ത്. 21:13. ലുക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഒന്ന് പറഞ്ഞ നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അല്ല, സ്പോൺസർ പോയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മകളുടെ കല്യാണം മാറിയെന്നും പറഞ്ഞ് അപ്പം പോയി 2 പെഗ്ഗെടുത്ത് BC വന്ന് കിടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിലാണ്. നിങ്ങളിത് കാര്യം ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ നോക്കണാണേ. എത്ര കാലം കൂട്ടടക്കും? എന്തെങ്കിലും ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ കുപ്പിക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. അങ്ങനെ ഇരുട്ടുകൊണ്ട് ഈ വെള്ളം കുടിക്കണവർ ഇനി ദാഹിക്കും. അല്ലേ? 4:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13 ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായെന്ന് വിചാരിച്ചോ? തകർച്ച ഉണ്ടായി. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞേ, അച്ഛാ വാടകക്കാരുമായിട്ട് ചീട്ടൊക്കെ ഒപ്പിടാൻ വേണ്ടി പോയി ഒപ്പിട്ട്, പക്ഷെ ഒപ്പിട്ട ദിവസം പിറ്റേ ആഴ്ച ഭർത്താവ് മരിച്ചു. ഇപ്പോൾ വാടകക്കാർ ഇറങ്ങണില്ല അവിടുന്ന്. അവർ ഞങ്ങൾ വിളിച്ചിട്ട് പോലും എടുക്കണില്ല. ഇരുട്ടായി അല്ലേ? സൂര്യനും പോയി, ചന്ദ്രനും പോയി, ഇരുട്ടായി. തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അമ്മ നേരിട്ട് ചെന്ന് അവർ ഇറക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ മക്കൾ, അപ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ട വിഷയം ഇതാണ്. ഇത് അമ്മയ്ക്ക് ഏൽപ്പിക്കണം. പിന്നെ നിങ്ങളെന്ത് അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കരുത്. നിങ്ങൾക്കിത് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കും. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോണത്. സൂര്യൻ തണുത്തു പോയാലും, നക്ഷത്രം ചന്ദ്രൻ പ്രകാശം തന്നില്ലെങ്കിലും, നക്ഷത്രങ്ങൾ വീണു പോയാലും, പക്ഷേ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതാണ് ശില്പയോട് പറയണത്. നിനക്ക് പീഡനം ഉണ്ടാകും, സ്പോൺസർ പോകും, പക്ഷേ ഞാൻ നിന്നെ ഐ വിൽ നോട്ട് ഡിസോൺ യു. കാര്യം എന്താണ്? The Lord, അതായത് at any cost I will not disown you. Take the bread of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ പറഞ്ഞു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കണത്. ഇനി അപ്പം തന്നെ നിന്നെ നമ്മുടെ മരിച്ചു പോയാലും, നിങ്ങൾക്കറിയാമല്ലോ, അമ്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോയാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അക്കാലങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമവും ഭയങ്കര വേദനയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിച്ചത് തന്നെയാണ് അതിനെ അതിജീവിച്ചത്, ആ സിറ്റുവേഷൻ അതിജീവിച്ചത്. ഒറ്റക്കാണ് പോയി സെമിനാരിൽ ചേർന്നത്. ഇപ്പോഴേക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കല്ല പോയെന്ന്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഒറ്റക്കാണ് പോയെന്ന്. നിക്കറൊക്കെ ഇട്ട് ഒറ്റക്ക് പോയി സെമിനാരിൽ ചേർന്ന്. ആ ഒറ്റക്കല്ല പോയത്. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടാവും തീർച്ചയായിട്ടും. എനിക്കന്ന് കർത്താവ് ഉണ്ടെന്ന് അറിയത്തില്ല, അതാണ് കുഴപ്പം. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വചനമുണ്ട്. നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതായത് നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും കൂടെയുള്ള ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, പുറപ്പാടിൻ്റെ 21 വായിച്ചില്ലേ, ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ, അതായത് നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും. അതൊക്കെ മത്തായി ശ്രീകാട് സുവിശേഷം അല്ലേ, 24-ാം അധ്യായം
29-ാമത്തെ വാക്യം. അപ്പോൾ സൂര്യൻ തണുത്ത് പോകാം, സത്യസന്ധ പ്രകാശം തരാതിരിക്കാം. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? നമ്മുടെ മാനുഷികവും ഭൗതികവും പദാർത്ഥമാത്രവുമായിട്ടുള്ള സപ്പോർട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം എന്ത് സംഭവിക്കും? ദ ലോർഡ് ഗോഡ് വിൽ ബി ദ ലൈറ്റ്. ദൈവമായ കർത്താവായിരിക്കും നഗരത്തിന് പ്രകാശം നൽകണത്. അതാണ് 21-23 എന്താ നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകം വായിച്ചത്. ആരാണ്? ദൈവമായ കർത്താവ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ ദൈവമായ കർത്താവ് നമ്മുടെ വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ നേരത്താണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സപ്പോർട്ടുകളെ ഒക്കെ സപ്പോർട്ടല്ലാതായി മാറണമെന്ന് യഥാർത്ഥ വിശ്വാസി വിവേചിച്ച് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആൻഡ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് അഫെയർ. അതൊരു ഇമോഷണൽ വിഷയമല്ലേ. നമ്മൾ ഭക്തി, പ്രാർത്ഥന, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇമോഷണലായിട്ടെടുത്ത് കളയും. ചുമ്മാ ഞരമ്പ് രോഗികളുടെ എന്തോ കസ്ത്രക്കം മസ്ത്രക്കം ചെയ്യാൻ കളിയാണെന്ന് വിചാരിക്കും. അതല്ല സംഭവം. ഇതിന് വളരെ വളരെ ഷെയർ മാർക്കറ്റ് ചെയ്യണ പോലെ ബുദ്ധിപരവും തന്ത്രപരവും അനുഭവജ്ഞാനം കൊണ്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കെട്ടുപോകുന്നു, സൂര്യൻ്റെ നമ്മുടെ യഥാർത്ഥ സ്രോതസ്. അതുകൊണ്ട് ജീവിതം അവസാനിക്കണില്ല മക്കളെ. ഒരു വഴി അങ്ങ് അടഞ്ഞു വരുമ്പോൾ കർത്താവ് വേറെ വഴി തുറക്കുമെന്ന് ബൈബിളിലൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ പഴഞ്ചൊല്ല് പോലെയല്ല ബൈബിള്. അതൊക്കെ പറഞ്ഞ ആൾക്കാർ ചുമ്മാ വർത്തമാനങ്ങളിങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കപട ആശ്വാസം നൽകും. അതൊന്നുമല്ല. കർത്താവിൻ്റെ വഴി നമുക്ക് വിശ്വാസയോഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് റോള്? ഇങ്ങനെ ഒരു ദിവസം ഒരു കാലത്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, പക്ഷേ എന്താ നമ്മുടെ അല്ലെങ്കിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? ഭർത്താവ് മരിക്കുമെന്ന് ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? അല്ല, ആദ്യം അറിയണത് ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷനില്ലേ? ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ മ്ലാനമതനരായി നടന്നു കഴിഞ്ഞാൽ, ഓ ഞാൻ വിധവയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലക്ക് വെള്ള സാരി കൊടുത്ത് നടക്കുകയല്ലേ. ഭർത്താവ് മരിച്ചില്ലെങ്കിലും വെള്ള സാരി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് പോട്ടെ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മ്ലാനവചനം നടക്കുന്ന സുവിശേഷ വിഹിതമല്ല. മനസ്സിലായില്ലേ? എൻ്റെ കർത്താവിന് എൻ്റെ കാര്യത്തിൽ പുതിയ തീരുമാനം വരാൻ പോകുന്നു. അതുകൊണ്ടാണ് പഴയ തീരുമാനമൊക്കെ അതെടുത്ത് മാറ്റുന്നത്. പഴയതെല്ലാം എടുത്ത് മാറ്റും. അപ്പം പുതിയ തീരുമാനം വരാൻ പോകുന്നു. എന്താണ്? ദൈവം തന്നെ നേരിട്ട് എൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പോകണം. അതാണല്ലോ ഇപ്പോൾ ശില്പക്ക് സംഭവിച്ചത്. നേരിട്ട് ഏറ്റെടുത്ത് ഒരു സ്പോൺസറും ഇല്ലാതെ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ മുഖത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ അപ്പനെ ഭൂമിയിൽ ആരെയും നിങ്ങൾ അപ്പാന്ന് വിളിക്കരുതെന്ന്. എന്ന് വെച്ചാൽ എന്താ കാര്യം? ഭൂമിയിൽ നിങ്ങൾ ആരെയും അപ്പാന്ന് വിളിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അപ്പനെ ആൻ്റെ അപ്പാന്ന് വിളിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ എന്താണ്? അമിതമായ ശാശ്വത പ്രാധാന്യം കൊടുക്കരുത്. ടെമ്പററി ആയിട്ടൊക്കെ, കാര്യം ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ലേ അപ്പനും അമ്മയൊക്കെ. എല്ലാവരും ടെമ്പററി സെറ്റിൽമെൻ്റാണത്. നിങ്ങൾക്ക് ആ ഒരു പ്രാധാന്യമാണുള്ളത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ മക്കൾക്ക് തരെ നിങ്ങൾ ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ല കൊടുക്കണത്. നിങ്ങളുടെ വിഷയത്തിൽ വന്ന വിഷയം, നിങ്ങളെ കുടുംബ പ്രാർത്ഥന ചെല്ലണ സമയത്തും കുർബാനയ്ക്കിരിക്കുന്ന സമയത്തും എൻ്റെ മക്കളോ എൻ്റെ ആടോ എൻ്റെ പശുവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാശ്വതമായ പ്രാധാന്യം പശുവിന് കൊടുക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ പാല് കുടിച്ച് തന്നെ മരിക്കും, ഒരു സംശയമില്ല. അല്ല, ഒരു ചേട്ടത്തിന് എനിക്കറിയാം. ചേട്ടത്തി എപ്പോഴൊക്കെ ഞാൻ പറയണം, ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തമാശയൊന്നും പറയാറില്ല. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണല്ലോ, കർത്താവായിട്ടുള്ള ജീവിതമല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് വല്ല ഉടമ്പെടുത്ത് ജീവിക്കണത്. പക്ഷേ ഒരു ചേട്ടത്തി എപ്പോഴും എനിക്കറിയാം. എൻ്റെ പള്ളിയിൽ പണ്ട് ഞാൻ 86, 87 കാലഘട്ടങ്ങളിൽ കൗൺസിൽ ചെയ്യുമ്പോൾ ഒരു ചേട്ടത്തി വന്നാൽ പറയും, എൻ്റെ അച്ഛാ എനിക്ക് കർത്താവ് തന്ന പണിയാണിത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ കാര്യം അറിയാമോ? അവർക്കൊരു കൊച്ച്, രണ്ട് പെൺപിള്ളേരാണ്. അത് നല്ല മിടുക്കികളാണ്. പക്ഷേ അതുപോലെ മിടുക്കനായിട്ടുള്ള ഒരു ആൺകൊച്ചിനെ വേണം അവർക്ക്. പക്ഷേ ഇനിയും പെൺകൊച്ച് ജനിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അവർ കാഴ്ച അന്തിന് സൂര്യനടുത്താണ് കിട്ടണത്, അവെങ്കിൽ അവിടെ ഉടമ്പടി എടുത്താണ് കിട്ടണമെങ്കിൽ അവിടെ. ഇനി ഇതൊന്നുമില്ല, കൊച്ചുരസിയാണെങ്കിൽ അത് അവസരം പിതാവ്, നമുക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി. ഇത് ദൈവത്തിന് അറിയാം. അതാ പ്രശ്നം. നിങ്ങളുടെ ഉടമ്പടി കാര്യം പലരും വിജയിക്കാത്തതിൻ്റെ കാരണം പപ്പ ഊതിയാലും പരമൂതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ഊത്ത് ക്രിസ്ത്യാനി ഇല്ലേ, അവന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല.
പപ്പ ഊതിയാൽ മതി, പരമ ഊതിയാലും മതി, കുഴപ്പമില്ല, എനിക്ക് ഒത്തു കിട്ടിയാൽ മതി, എനിക്ക് ഒത്തു കെട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എൻ്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനുള്ള പ്രാധാന്യം അവിടെ വയറ്റിപ്പഴപ്പാണ് പ്രധാനപ്പെട്ടത്. അപ്പം തന്നെ പോയില്ലേ, പിടികൊടുത്തിട്ട് എന്തിനാ ചുമ്മാ മുങ്ങിക്കൊണ്ട് നടക്കണത്? പിടികൊടുത്ത് പോയില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്താൽ പിന്നെ എൻ്റെ ദൈവം, ഞാനും ദൈവമായിട്ട് എഗ്രിമെൻ്റാണിത്. അതിന് എൻ്റെ അമ്മയാണ് സാക്ഷിയായിട്ട് നിൽക്കണം, മധ്യസ്ഥയായി നിൽക്കണത്. എൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് കഴിയാൻ കാത്തു നിൽക്കണം എല്ലാ കാര്യങ്ങൾക്കും. അല്ലാതെ ഇവിടെയും വന്ന് ഉടമ്പടി ചെയ്ത് അവിടെയും പോയി ഒരു നവേന കൂടി ഇവിടെയും ഒരു നവേന കൂടി ഇങ്ങനെ കറങ്ങി നടന്നാൽ കർത്താവ് നിന്നെ വട്ടം കറക്കി നിലത്തിട്ട് അടിക്കും, ഒരു സംശയമില്ല. നീ കാപട്യത്തിൻ്റെ കൈയും കാലും വെച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം നിങ്ങൾ. എന്ത് തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ബയലാട്രൽ എഗ്രിമെൻ്റ് പേഴ്സൺ ടു പേഴ്സണാണ്, വ്യക്തിയും തമ്മിലുള്ളതാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ